ഹായ് ഗൈസ്, ഞാനൊരു പ്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് കുറഞ്ഞു. ആ പ്ലേറ്റ് പറഞ്ഞതിന് ശേഷം, കാരണം നമുക്ക് ചോറ് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു ഇഞ്ചക്ഷൻസൊക്കെ എടുക്കാൻ വീടുകളിൽ പോകാറുണ്ട്. അപ്പോൾ ഞാൻ അമ്മയെ പരിചയപ്പെട്ടു. ആ അമ്മ 80 യൂണിറ്റ് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നതാണ്. ആ അമ്മ ഈ ഡയറ്റ് ഒരു 6 മാസം അങ്ങാണ്ട് ഈ ഡയറ്റ് എടുത്തു. ഇപ്പോൾ ഒരു ഇൻസുലിൻ എടുക്കുന്നില്ല, ഷുഗറിൻ്റെ മെഡിസിനും കഴിക്കുന്നില്ല. അവരുടെ ഷുഗർ ഞാൻ ഒരു പ്രാവശ്യം പോകുമ്പോൾ നോക്കുമ്പോൾ 100 ഉള്ളൂ. റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നിങ്ങൾ ചോറ് കഴിക്കാൻ പോവുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മളിതാ ഈ പ്ലേറ്റ് എടുത്തില്ലേ, ഈ പ്ലേറ്റിൻ്റെ പകുതി ഭാഗം ഫൈബർ കണ്ടൻസ് ആയിരിക്കണം. ഇതാ വെള്ളരിക്ക, പേണിക്ക, ഫൈബർ കണ്ടൻറ്റുള്ള എല്ലാ പച്ചക്കറികൾ, വെണ്ടയ്ക്ക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇതുകൊണ്ട് ഒരു ഫ്രൂട്ട്, പേരയ്ക്ക കഴിക്കാം ഷുഗറുള്ളവർക്ക്. ഇതുകൊണ്ട് ഇതിൻ്റെ ഇത് നിറഞ്ഞു. നിങ്ങൾക്ക് ഇതിപ്പം ഏതോ ഒരു സിനിമയിൽ ജയറാമിൻ്റെ ഫിലിമിൽ അഭിരാമി സാമ്പാർ ഉണ്ടാക്കിയതുപോലെ ആയിപ്പോയി. ഇത് നിങ്ങൾക്ക് അവിയൽ, സാമ്പാർ, തോരൻ കൊണ്ട് ഈ പകുതി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് കൊണ്ട് ഒരു ഫ്രൂട്ടും വെച്ച് നിങ്ങൾക്ക് ഈ പകുതി നിങ്ങളുടെ നീങ്ങി തീർന്നു. ഈ പകുതിയായി. ഇനി അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണോ ഉപയോഗിക്കാം. ബീൻസ്, പയർ, ചീര, കോളിഫ്ലവർ, വെണ്ടയ്ക്ക, പടവലങ്ങ, കുമ്പളങ്ങ, ഇതൊക്കെ വെച്ച് ഇതിനകത്ത് ഫൈബറുണ്ട്. അപ്പോൾ ഇത് പകുതി നിങ്ങൾ നിറച്ചു. ഇനി കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കരുത്, അതിനകത്ത് അന്നജം കൂടുതലാണ്. പിന്നീടുള്ള 1/4 പ്ലേറ്റ്, ഇപ്പോൾ ഇത്രയായി. ഈ 1/4 പ്ലേറ്റ് നമുക്ക് പ്രോട്ടീൻ കൊണ്ട് നിറയ്ക്കാം, പ്രോട്ടീൻ കഴിക്കാം. അപ്പോൾ അതിന് ധാന്യങ്ങൾ, വെജിറ്റബിൾ പ്രോട്ടീനും ഉണ്ട്, മറ്റേ മത്സ്യമാംസാദികൾ നോൺ വെജിറ്റബിൾ പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ വെജിറ്റബിൾ പ്രോട്ടീൻ പയറ് തോരൻ വെക്കാം, കടല, ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ഈ പ്ലേറ്റിൻ്റെ 1/4 ഭാഗത്തെടുക്കുക. എന്നിട്ട് പിന്നെ മത്സ്യം കഴിക്കുന്നവർക്ക് മത്സ്യം എടുക്കാം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് കഴിച്ചു, പയർ കഴിച്ചു, മീൻ കഴിച്ചു. ഇനിയും നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ ആ ക്വാണ്ടിറ്റിക്ക് പറയുന്നത് രാവിലെ ഒരു ദോശ, ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി, രാത്രി ഒരു ചപ്പാത്തി, ഇത്രയുടെയും കൂടെ എടുക്കാം. ഇതാണ് ആ പ്ലേറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞ പ്ലേറ്റ്. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്ലേറ്റ് നിറച്ച് ചോറാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ ഡയബറ്റിക് ക്ലാസ്സുകളിൽ പോയിട്ട് അവിടെ നിന്ന് കേട്ടതാണ്. ഇവിടെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഡയബറ്റിക് പേഷ്യൻസിന്, ഡയബറ്റിക് സെൻറ്റേഴ്സിൽ, ഡയബറ്റോളജിസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾ പോയി ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് പ്ലേറ്റ്. അതിന് പകരം നമ്മൾ എടുക്കുന്ന എന്തോ ഈ പ്ലേറ്റ് നിറച്ച് ചോറ്. ഈ പ്ലേറ്റ് നിറച്ച് ചോറ് നിങ്ങളിത് ഇത്രയും വെച്ചു, ഈ പച്ചക്കറി വെച്ചു, ഇതിനകത്ത് മീറ്റ് വെക്കാം, മീൻ വെക്കാം. ഇതാണ് ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത്. പകുതി പച്ചക്കറി, ഇവിടെ പ്രോട്ടീൻസ്, വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണെങ്കിൽ പയർ, പരിപ്പ് ആണെങ്കിൽ ഇത്രയും വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വിശക്കുന്നുവെങ്കിൽ ഒരു ദോശ വയ്ക്കാം. ഇതാണ് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ പ്ലേറ്റ് എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു വ്യക്തി ദിവസവും 25 ഗ്രാം പഞ്ചസാര, അതായത് 5 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2.5 ഗ്രാം ഉപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി വേറൊരു അപകടം, ഈ പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നാരങ്ങ വെള്ളം ഉപ്പിട്ട്, കഞ്ഞിവെള്ളം ഉപ്പിട്ട്, ഉപ്പിൻ്റെ അളവ് ഇതാണ് 2.5 ഗ്രാം ഉപ്പ്. കുഞ്ഞു ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2.5 ഗ്രാം ആകുമ്പോൾ എത്ര എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഒരു പ്ലേറ്റ്. സിമ്പിളി മനസ്സിലാക്കാൻ. ഇതിലും കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഈ എടുക്കുന്ന പൊറോട്ടയും ചോറും ഒക്കെ ഒഴിവാക്കിയിട്ട് പ്ലേറ്റിൻ്റെ അരഭാഗം പച്ചക്കറികളും ഫ്രൂട്ട്സും. ഡയബറ്റിക് പേഷ്യൻസിന് ഞാൻ ഇടയ്ക്ക് ഓറഞ്ച് പറഞ്ഞു, ഓറഞ്ച് പറ്റത്തില്ല. ഗ്രീൻ ആപ്പിൾ കഴിക്കാം, പേരയ്ക്ക കഴിക്കാം, സൗബിൻ്റെ സബർജില്ലി കഴിക്കാം, സബർജില്ലി കഴിക്കാം. ഈ വക ഫ്രൂട്ട്സുകൾ
ഇത്രയും നിറഞ്ഞു പ്ലേറ്റ്. നമ്മൾ കേരളീയരാകുമ്പം അവിയലോ സാമ്പാറോ തോരനോ ഒരു ഫ്രൂട്ടും വെച്ചു, ഒരു പീസ് ഈ ചിക്കനും മുട്ടയും പിന്നെ ഒക്കെ നമുക്ക് ഈ തൊലി നീക്കിയ ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ